നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒരു ലൂപ്പ് പോലെയാണ് ജീവിതത്തിൽ. നമ്മൾ ഈ വിശ്വസ് സർക്കിൾ എന്ന് പറയുന്ന പോലെ ഒരേ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ മലയാളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചുരുളി എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയിൽ അവർ യാത്ര തുടങ്ങുന്നതും ആ കാടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന ആ സ്വഭാവ വ്യതിയാനങ്ങൾ, ഇതൊരു ലൂപ്പ് പോലെയാണ്. സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇതേപോലെ ലൂപ്പിൽ തന്നെയാണ്. നമ്മളെ ഒരേ ലൂപ്പിനകത്ത് ആ ഒരു ചക്രവാളത്തിനകത്ത് തന്നെ നമ്മളിങ്ങനെ അലച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഞാനൊരു ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടി അമ്മ തന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, ഒരിക്കലും കെയർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി, കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അമ്മ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ആ കുട്ടിയുടെ ഉള്ളിൽ ചിന്ത എന്തായിരിക്കും? ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അമ്മയ്ക്ക് എന്നെ ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ചിന്ത വരുന്ന ആ കുട്ടിയുടെ വികാരം എന്തായിരിക്കും? കുട്ടിക്ക് വല്ലാത്ത വിഷമം തോന്നും. കാരണം അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുക? അപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമവും സങ്കടമൊക്കെ തോന്നും. അത് ശരീരത്തിൽ അതിൻ്റെതായ സിംറ്റംസ് വരും. എന്താ? ഉൾവലിയുക, മറ്റുള്ളവരോട് അധികം എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. അപ്പം അത് നോർമലി അതൊരു സ്വഭാവ രീതിയിലോട്ട് മാറും. അപ്പോൾ എന്താ പറയുക, അമ്മേനെ കൺഫ്രണ്ട് ചെയ്യാതിരിക്കുക, മാക്സിമം എപ്പോഴും സ്വന്തം റൂമുകളിൽ അടഞ്ഞുകൂടുക. ചിലപ്പോൾ അമ്മ എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ട് അത് സ്വന്തം ജീവിതത്തിൽ ആ ദേഷ്യമായിട്ട് മാറ്റുക. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നതും ആങ്സൈറ്റിയും സ്ട്രെസ്സും തന്നെയാണ്. ഇതേ ഒരു ലൂപ്പുള്ളൂ. പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ, മനസ്സ് തന്നെയാണ് പലപ്പോഴും നമ്മളെ പറ്റിക്കുന്നതും. ഡിസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഹിപ്നോട്ടിസത്തിനകത്തോട്ട് ഒരു ശരിക്കും ഉള്ളിലോട്ട് കടക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡിസെപ്ഷൻ ഓഫ് മൈൻഡ്, ലേയേഴ്സ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു കോൺസെപ്റ്റ് അവിടെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയുടെയും ഈ ലൂപ്പിലാണ്, അല്ലെങ്കിൽ വിഷ്യസ് സർക്കിളിലാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് മറികടക്കണമെന്നുണ്ടെങ്കിൽ, ഞാനീ പറഞ്ഞ ഇത് മാറ്റാനായിട്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഈ CBT പറയുന്ന കുറേ മെത്തേഡുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ചിന്തേനെ മാറ്റി കഴിഞ്ഞാൽ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത്. നിങ്ങൾ നോക്കിയാൽ മതി, ആ ചിന്തേനെ മാറ്റിയത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ച് നാൾ ഒരു ടെമ്പററി ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഒരു ലോങ് ടൈം ചേഞ്ചസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെയാണ് ഈ 7th സെൻസ് വരുന്നത്. രമ്യയും ഞാനും 14-ാം തീയതി 7th സെൻസുമായിട്ട് നിങ്ങളുടെ അടുത്തെത്തും. അപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇതിനൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ, ലോങ് ടേം സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ 14-ാം തീയതി ഞങ്ങളുടെ കൂടെ ചേരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ 14-ാം തീയതി കാണാം 7th സെൻസിൽ വെച്ച്.